വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 PSC നടത്തിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ അനുബന്ധ വസ്തുതകൾ അടക്കം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കാൻ പോവാണ്. 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയോ അതുപോലെ തന്നെ VFO LDC ഏത് പരീക്ഷ എഴുതുന്ന കുട്ടികളായിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം PSCയുടെ നിലവിൽ PSC ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെയധികം ഉപകാരമാകും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ പിന്നെയും പറയാണ്, അതായത് നമ്മൾ സിലബസ് പഠിക്കുക, അതിനുശേഷം എന്താ പറയുക, SCRT പുസ്തകങ്ങൾ പഠിക്കുക, പിന്നെ നമ്മൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്തരം പഠനം നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക്, അതായത് ഇപ്പോ സയൻസ് മാത്രമല്ല, അതുപോലെ തന്നെ എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അല്ലെങ്കിൽ സോഷ്യൽ മാത്രമല്ല, ഇക്കണോമിക്സ് മാത്രമല്ല, എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങളും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ കിട്ടും അല്ലെ. അപ്പൊ അതിനുള്ള വളരെയധികം ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരത്തിന്റെ പേര് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അത് അല്ലെ. എന്താണ് അതിന്റെ ഉത്തരം? നിസ്സഹകരണ സമരം എന്നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഏതാണ്? നിസ്സഹകരണ സമരമാണ് എന്ന് നമുക്കറിയാം. ഈ നിസ്സഹകരണ സമരം നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചത് എന്നാണ്, ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? 1920 ഓഗസ്റ്റ് 1 ആരംഭിക്കാനായിട്ട് ആര് തീരുമാനിച്ചേ? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാ മക്കളെ? 1920 കൽക്കത്ത സമ്മേളനമാണ്. ഏതാണ്? 1920 കൽക്കത്ത സമ്മേളനം. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? നിസ്സഹകരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തത്, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? എന്താണ് ഇതിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്തത്? ആദ്യത്തേത് ഏതാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചേക്കണേ അല്ലെ. അപ്പൊ ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇത് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നോക്കൂ, അടുത്ത ഓപ്ഷൻ, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. റൗലറ്റ് ആക്ടിൽ പറയുന്നതാണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം പറയുന്നില്ല ട്ടോ. വിചാരണ കൂടാതെ തടവിലാക്കാം, അത് ശരിയാണ്. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ വരണേ? കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. കാരണം ബന്ധപ്പെടാത്ത പ്രസ്താവനയല്ലേ നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പൊ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? കോടതിക്ക് വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നുള്ളതാണ്. എന്നാണ് റൗലറ്റ് ആക്ട്? വർഷം എന്നാണ്? 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെയധികം ശക്തി പ്രാപിച്ച നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം എന്ത് ചെയ്തു? ചില നടപടികളൊക്കെ സ്വീകരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് റൗലറ്റ് ആക്ട് അവര് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. ഈ 1917 ഒരു റൗലറ്റ് കമ്മിറ്റി നിലവിൽ വന്നു. ആ റൗലറ്റ് കമ്മിറ്റിയുടെ തലവൻ ആര് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേര് സിഡ്നി റൗലറ്റ് ആണ്. ആരാണ്? സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ തലവൻ ട്ടോ. സിഡ്നി റൗലറ്റ് ആണ് എന്ന് ഓർത്തു വെക്കാം. അങ്ങനെ റൗലറ്റ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1919 മാർച്ച് മാസം 10 മാർച്ച് മാസം 10 നിലവിൽ വരികയാണ്. റൗലറ്റ് നിയമത്തെ ബ്ലാക്ക് ആക്ട് അഥവാ കരി നിയമം എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്ലാക്ക് ആക്ട് അഥവാ കരി നിയമം എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധിയാണ്. റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. റൗലറ്റ് നിയമം പിൻവലിച്ചത് ആരാണ്? റീഡിംഗ് പ്രഭുവാണ്.
ആണ്. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ ദാരുണമായിട്ടുള്ള സംഭവം ഏതാണ്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയാണ്. ഇതൊക്കെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടതാണ്. എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെ ഒപ്പം പറഞ്ഞു പോവാം. അടുത്തത് നോക്കുക, പൂന സന്ധി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പൂന സന്ധി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ്. ആരുമായിട്ടാണ്? ഡോക്ടർ BR അംബേദ്കറുമായിട്ടാണ് അല്ലെ. ഇനി എന്നാണ് പൂന സന്ധിയിൽ ഒപ്പുവെക്കുന്നത്? 1932 സെപ്റ്റംബർ മാസം 24 തീയതിയാണ് ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? അംബേദ്കറും മദൻ മോഹൻ മാളവ്യയുമാണ്. അംബേദ്കറും മദൻ മോഹൻ മാളവ്യയുമാണ് പൂന പാക്റ്റില് ഒപ്പുവെച്ചത് എന്ന് ഓർത്തുവെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോ നമ്മുടെ കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ പരിഷ്കാരമായിരുന്നു ആ കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡ് 1932 ഓഗസ്റ്റ് 16 അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി പൂനെയിലെ യർവാദ ജയിലിലെ നിരാഹാരം ആരംഭിക്കുകയാണ്. ആ നിരാഹാരം അവസാനിപ്പിച്ചത് ഈ പൂന ഉടമ്പടിയോട് കൂടിയിട്ടാണ്. ആ പൂന ഉടമ്പടിയാണ് 1932 സെപ്റ്റംബർ 24 അംബേദ്കറും മദൻ മോഹൻ മാളവ്യയും കൂടെ ഒപ്പുവെച്ചത് എന്ന് ഓർത്തുവെക്കുക. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ഇതിനു മുമ്പ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ അതിൽ പറയണ്ടായി ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി ആണെന്നും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? നമ്മുടെ ജയപ്രകാശ് നാരായൺ ആണെന്നും. അത് പിന്നെയും ഞാൻ ഇനി പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? എന്താണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരാണ് മുഴക്കിയത്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി അതുപോലെ തന്നെ ജയ് ഹിന്ദ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 1-2 മുദ്രാവാക്യങ്ങൾ വേറെയുണ്ട്. ഒന്നാണ് ദില്ലി ചലോ, ദില്ലി ചലോ. അതുപോലെ തന്നെ എന്താണ്? ജയ് ഹിന്ദ്, ദില്ലി ചലോ, അതുപോലെ ജയ് ഹിന്ദ്. നമ്മളിപ്പോ പറഞ്ഞു ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്ന് പറയുന്ന 2 മുദ്രാവാക്യങ്ങൾ ആരുടെ സംഭാവനയാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അദ്ദേഹം തന്നെയാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് ഒരു പ്രത്യേക പേരിലാണ്, ദേശ് നായക്. ദേശ് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആരംഭിച്ച വ്യക്തിയും സുഭാഷ് ചന്ദ്രബോസ് ആണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഏതാണ് എന്താ പറയുന്ന ഓപ്ഷൻസ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഇത് ഏതിൽ പെടുന്നതാണെന്നാ പറയണത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൂചനകളാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം എന്ന് നമുക്ക് എന്തിനെ പറയാം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയാം. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 രൂപീകരിക്കാൻ കാരണമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ, 3ാം വട്ടമേശത്തിന്റെ സമ്മേളനത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ തുടങ്ങിയവയാണ് എന്നും കൂടി ഒന്ന് ഓർത്തുവെക്കാം. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നും നമ്മൾ ഏതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു ആണ്. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു കൂടിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന അല്ലെ, ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. അത് രൂപീകരിക്കാൻ 2 വർഷം 11 മാസം 17 ദിവസം വേണ്ടി വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സവിശേഷതകളിൽ പെടാത്തതാണ്. അപ്പൊ ഇത് സവിശേഷതകളിൽ പെടുന്നതാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 6-നാണ്. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്, അല്ല ഡോക്ടർ BR അംബേദ്കർ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ശരിയാണ് അല്ലെ. അപ്പോ നമ്മുടെ തെറ്റ് ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളതാണ് അല്ലെ.
അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ പെടാത്തത് എന്നതിന്റെ ആൻസർ ഉള്ളത്. അപ്പൊ നമുക്കറിയാലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്ന് പറഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചോളൂ മക്കളെ. 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദൻ സിൻഹയും സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്തത് ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയെയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി അല്ലെ. 1976 42ാം ഭരണഘടനാ ഭേദഗതി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? പാർട്ട് 4A ഏതാണ് അനുച്ഛേദം? 51A ക്ലിയർ ആയല്ലോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിലാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അഥവാ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? പാർലമെന്റിനാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 368 പാർട്ട് ഏതാണ്? പാർട്ട് 20 ക്ലിയർ ആയോ? അടുത്ത ചോദ്യം ഏതാണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരവാദിത്വങ്ങളാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത് മൗലിക കടമകളാണ്. ഏതാണ്? മൗലിക കടമകളാണ്. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധരണി ആരുടെയാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളെയാണ്. അപ്പൊ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണെങ്കിൽ പഠിക്കേണ്ടത് പന്തി ഭോജനം നടത്തിയത് ആരാണ്? പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യയാണ്. എന്നാൽ എന്താ പറയുന്നത്? പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം നടത്തി വാഗ്ഭടാനന്ദനാണ്. അടുത്തത് മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ക്ലിയർ ആയോ മക്കളെ? അടുത്ത ചോദ്യം, താഴെ തന്നിട്ടിരിക്കുന്നവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ കൃതി തന്നെ വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ കൃതിയാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദാധികാര നിരൂപണം, പുനർജന്മ നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം അല്ലെ, അദ്വൈത ചിന്താ പദ്ധതി, പ്രാചീന മലയാളം, വേദാന്ത സാരം, ക്രിസ്തുമത നിരൂപണം, ഇതൊക്കെ തന്നെ ആരുടെ കൃതികളാണ് എന്നുള്ളത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് എന്നുള്ളത്. അടുത്തത് നോക്കൂ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും. കേരളത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. ആരാണ് എന്ന് പറയുക. ഇത് പറഞ്ഞത് ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. ആരാ പറഞ്ഞത്? മഹാത്മാ അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതി തിരുവിതാംകൂറിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? അയ്യങ്കാളി. പുലയരാജ
പുലയരുടെ രാജാവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ദളിത് നേതാവ്, കേരള സ്പാർട്ടക്കസ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അദ്ദേഹം 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം. അതുപോലെ കല്ലുമാല സമരം അല്ലെങ്കിൽ പേരിനാട് ലഹള, വില്ലുവണ്ടി സമരം, ഇതൊക്കെ നയിച്ചത് ആരെയാണ്? മഹാത്മാ അയ്യങ്കാളിയാണ് അല്ലെ. അതുപോലെ തന്നെ കർഷക ലഹളയുടെ നേതാവ്, 90-ാം ആണ്ട് ലഹള, അതൊക്കെ തന്നെ ആരുടെ നേതൃത്വത്തിൽ നടന്നതാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. അടുത്തത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ഇതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. ശ്രീനാരായണ ഗുരു അല്ലെ സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവ. ഇതും കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത ചോദ്യം നോക്കൂ. എന്താണ് ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്? എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറഞ്ഞ ബന്ധു ക്ലിനിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ 2020 ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? 2025 ഈ ബന്ധു ക്ലിനിക് പദ്ധതി ലോക ആരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പട്ടികയിൽ ഇടം നേടി. എപ്പോ? 2025. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കും. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. ഏതാണ് പത്രം എന്ന് കണ്ടെത്തുക. ഏതാണ് പത്രം? മാതൃഭൂമി പത്രം അല്ലെ. KP കേശവമേനോൻ അല്ലെ ആണ് ഇതിന്റെ ആദ്യത്തെ പത്രാധിപർ. 1923 കോഴിക്കോട് നിന്നാണ് മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത്. അതൊരു ദിനപത്രമായത് 1930 എന്നും കൂടി ഓർക്കുക. കേരള കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കൂടി ആരംഭിച്ച പത്രമാണ് ഏത്? നമ്മുടെ മാതൃഭൂമി. മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ പ്രൊമോഷണൽ ടാഗ് ലൈൻ ആണ് എന്നും കൂടെ ഓർക്കണം. യഥാർത്ഥ പത്രത്തിന്റെ ശക്തി ട്ടോ. ഇനി അടുത്തത് 18th ക്വസ്റ്റ്യൻ. ഇന്ത്യ എന്ന റിപ്പബ്ലിക് ആയ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. 1950 ജനുവരി 26 നമുക്കറിയാം. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതൽ പറയാനില്ല. ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? ആരാ മക്കളെ? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ഉരുക്കു മനുഷ്യൻ മാത്രാണോ? അല്ല. എന്താണ്? ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബർദോളി ഗാന്ധി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്തതും ആരെന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമാർ തന്നെയാണ് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ തന്നെ അല്ലെ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സ്ഥാപിതമായത് 1979. എന്താണ്? 1979. ഇനി ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാംകൃഷ്ണ ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ആരാണ്? സൂര്യകാന്ത്. അദ്ദേഹം എവിടെ നിന്നുള്ള ആളാണ്? ഹരിയാനയിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആണ്
ജസ്റ്റിസ് സൂര്യകാന്ത് എന്നും കൂടെ ഓർത്തു വെക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ ആരാണ്? നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് 26ാമത്തത്. 25ാമത്തത് ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു. 25th കേട്ടോ. അടുത്ത നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അറിയാത്ത കുട്ടികൾ പഠിക്കുക. പ്രാഥമിക മേഖലയിലെ കൃഷി, അതുപോലെ തന്നെ എന്തുപെടും? മത്സ്യബന്ധനം, അതൊക്കെ പെടും ട്ടോ. അതുപോലെ തന്നെ എന്താണ്? കന്നുകാലി വളർത്തൽ, ഇതൊക്കെ പെടും. അപ്പൊ ഗതാഗതം ഏതിൽ പെടുന്നില്ല? പ്രാഥമിക മേഖലയിൽ പെടുന്നില്ല. അത് തൃതീയ മേഖലയിൽ പെടുന്ന കാര്യമാണ്. ഇവിടെ തൃതീയ. അപ്പൊ പ്രാഥമിക മേഖലയിൽ കൃഷി പെടും. അതുപോലെ തന്നെ വനമൊക്കെ ഇല്ലേ മക്കളെ, വനപരിപാലനം അങ്ങനെയുള്ള കാര്യങ്ങൾ പെടും. മത്സ്യബന്ധനം പെടും. ഖനനം പെടും ഖനനം പെടും. അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ പെടും. ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ പെടും. ഇനി അപ്പൊ പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് പെടുന്നത് അല്ലെ. ഇനി ദ്വിതീയ മേഖലയിലാണെങ്കിലോ, ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ ദ്വിതീയ മേഖലയിൽ വ്യവസായപരമായിട്ടുള്ള, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ഗ്യാസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ജലവിതരണ പ്രവർത്തനങ്ങള്, നിർമ്മാണ പ്രവർത്തനങ്ങള് ഒക്കെ ഏതിലാ പെടുക? ദ്വിതീയ മേഖലയിലാ പെടുക. അപ്പൊ തൃതീയ മേഖലയിൽ എവിടെയാ എന്തൊക്കെയാ പെടുക? തൃതീയ മേഖലയിൽ എന്താ പെടുക? ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ, തൃതീയ മേഖലയിൽ എന്ത് പെടുന്നു? ഗതാഗതം തൃതീയ മേഖലയിൽ പെടുന്നു പറഞ്ഞില്ലേ. അടുത്തത് വിദ്യാഭ്യാസം തൃതീയ മേഖലയിലാണ് പെടുന്നത്. അതുപോലെ തന്നെ ഹോട്ടലുകള്, പിന്നെ റെസ്റ്റോറന്റുകളൊക്കെ ഇല്ലേ, അത് അതിൽ പെടും. പിന്നെ എന്താ പറയാ, ബാങ്കുകള് തൃതീയ മേഖലയിൽ പെടും. പിന്നെ റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ തൃതീയ മേഖലയിൽ പെടും. പിന്നെ ആരോഗ്യം, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പെടും. ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പെടും. ഇതൊക്കെ ഇതിലാ പെടുക? തൃതീയ മേഖലയിലാ പെടുക. അപ്പൊ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത നോക്കൂ, കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? അറിയാലോ എല്ലാവർക്കും, കഴിഞ്ഞ ദിവസം ചോദിച്ചതല്ലേ. പശ്ചിമഘട്ടമാണ് അല്ലെ, പശ്ചിമഘട്ടം. അപ്പോ അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയുടെ പേരാണ് പശ്ചിമഘട്ടം. അപ്പൊ എന്തിന് സമാന്തരമായിട്ടാണ്? അറബിക്കടലിന് സമാന്തരമായിട്ടാണ്. എവിടുന്ന് തുടങ്ങിയിട്ടാണ്? ഗുജറാത്ത് തുടങ്ങി. ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ എവിടം വരെ? കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ്. എവിടെയാണത്? ഇടുക്കി ജില്ലയിലെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞാലും നമ്മൾ ഏതാ പറയാ? ആനമുടി പറയും. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏതന്നെയാണ്? ആനമുടി തന്നെയാണ് അല്ലെ. ഇനി പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്ന പേരിലാണ്. ഏത് പേരിലാ? സഹ്യപർവ്വതം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ നോക്കി, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കുമ്പോ എന്തോരം അനുബന്ധ വസ്തുതകളാ നമ്മൾ പഠിച്ചു പോണേ. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടി ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ലാണ്ട് അനുബന്ധ വസ്തുക്കളും കൂടി ഓർത്തു വെക്കാട്ടോ. അടുത്തത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്ന ചോദ്യം. 742. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. ഇതൊക്കെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും ഓടിപ്പിച്ചൊന്ന് പറയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇതിനെ കേരളാരാമം അല്ലെ, കേരളാരാമം എന്നും കൂടിയും അറിയപ്പെടുന്നു. കേരള ഉണ്ട് കേട്ടോ മക്കളെ. കേരളാരാമം എന്നുകൂടിയും അറിയപ്പെടുന്നു. കേരളാരാമം എന്നുകൂടിയും അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത്, മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ
തയ്യാറാക്കിയ പുസ്തകമാണ് ഏത്? നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്നും കൂടി ഓർത്തു വെക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ്, അല്ലെ? അവസാനത്തെ വൃക്ഷമാണ് ആല് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനിയും കുറെ അധികം പറയാനുണ്ട്, അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമുക്ക് അഡീഷണൽ പറയാത്ത കാര്യങ്ങൾ അവിടെ പറയാം. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മുടെ അടുത്ത ചോദ്യം, സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികള് ഒന്ന് വേണമെങ്കിൽ ഓർത്തു വെച്ചോളോ. കുയിൽപ്പാട്ട്, കണ്ണൻ പാട്ട്, കിളിപ്പാട്ട് എന്ന് പറയുന്നതൊക്കെ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന് പറയുന്ന ഗാനം രചിച്ചതും അദ്ദേഹം തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സഹകരണ ബാങ്ക് ഒരു വാണിജ്യ ബാങ്ക് അല്ല. എന്താണ്? സഹകരണ ബാങ്ക് വാണിജ്യ ബാങ്ക് അല്ല, അല്ലെ? കേരളത്തെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ അബ്ദുറഹിമാൻ, വി അബ്ദുറഹിമാനാണ് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേര് എന്താണ്? എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. എത്ര സുന്ദരം എന്നല്ല കേട്ടോ, എന്റെ കേരളം എന്നും സുന്ദരം എന്നാണ്. 2024 ജൂലൈയിലാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരുൾമല എന്നിവ, അല്ലെ? അവിടെയാണ് 2024 ജൂലൈ മാസത്തിലാണ്. ഇത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, ചുരുൾമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾക്ക് ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന് വിളിക്കുന്ന പേരാണ് ബെയ്ലി. എന്താണ്? ബെയ്ലി എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? എവിടത്തെയാണ്? ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു കേട്ടോ. എവിടത്തെയാണ്? ജാർഖണ്ഡ്. ഇന്ത്യയില് രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ്. 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന വനിതയാണ്. പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയാകുന്ന വനിതയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി KR നാരായണൻ. അടുത്തത്, മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? മൗസൂൺ ഒക്കെ പഠിപ്പിച്ചപ്പോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങള്? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അടുത്തത് 35, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ്. ഉപദ്വീപിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് മക്കളെ? ഗോദാവരി. ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബകം കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 1465 കിലോമീറ്റർ ആണ് അതിന്റെ നീളം, അല്ലെ? ഇനി ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് നാസിക്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രാജമുദ്രി, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് നാസിക്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അത് 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി നദീതീരത്ത് നടക്കുന്ന ആഘോഷത്തിന്റെ പേര് പുഷ്കാരം എന്നാണ്. എന്താണ്? പുഷ്കാരം എന്ന ആഘോഷം നടക്കുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചു കഴിഞ്ഞാലും ഗോദാവരി പറയണം. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, അല്ലെ? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? കറുത്ത മണ്ണാണ്. ജലസംഭരണം എന്താ പറയാ, ശേഷി കുറച്ചും കൂടി കൂടുതലുള്ള മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. റിഗർ മണ്ണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റിഗർ മണ്ണ്. റിഗർ മണ്ണ് എന്നും കറുത്ത പരുത്തി മണ്ണ് എന്നും വിളിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ എന്താ പറയുന്നത്, ഈ മണ്ണ് കറുത്ത മണ്ണിനെ തന്നെയാണ്. പരുത്തി, നിലക്കടല, ഗോതമ്പ് അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്.
അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഏതാണ്? പടിഞ്ഞാറ് അറബിക്കടലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയം അല്ലെ, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെ, തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്? ബംഗാൾ ഉൾക്കടൽ. പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? അറബിക്കടൽ. ഇതൊക്കെ വളരെയധികം പ്രധാനമാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് അല്ലെ, 37 ഡിഗ്രി വടക്കും അതുപോലെ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്ഷാംശം രേഖാംശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ് പഠിച്ചു തീരില്ല. അതുകൊണ്ടാണ്. അടുത്തത് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പർവ്വതനിര ഏതാണ്? ഏതാണ്? ആരവല്ലി നിരകളാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. ഏതാണ്? ആരവല്ലിയാണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് മൂന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഉത്തര മഹാസമുദ്രം പെടുക. കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഏതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള? അല്ലെ, ഏതാ കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള എന്നറിയപ്പെടുന്നത്? നെല്ലാണ്. ഏതാണ്? നെല്ലിനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള എന്ന് പറയുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഏതാണ്? പാമ്പാർ. കബനി ഉണ്ട്, ഭവാനി ഉണ്ട്, പാമ്പാർ ഉണ്ട്. നമ്മുടെ ക്ലാസ് അല്ലെ, അതായത് നദികളെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത കുട്ടികൾ പഠിക്കാട്ടോ. ഈ കബനി, ഭവാനി, പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ്. കബനിയും ഭവാനിയും പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. അടുത്തത് എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. ഏതാണ്? വേമ്പനാട് കായലാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ സഖ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന ഭൂനികുതിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതിയാണ്. ഏതാണ്? വിനോദ നികുതിയാണ്. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞേ, കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ്? GST, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി തുടങ്ങിയവയാണ്. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ്? വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി തുടങ്ങിയവയാണ്. അപ്പോ കേന്ദ്ര സർക്കാർ സെൻട്രൽ GSTയും സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് GSTയും പിരിക്കും കേട്ടോ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലോ കെട്ടിട നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, തൊഴിൽ നികുതി തുടങ്ങിയവ പിരിക്കും. 45ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 45 സിംഹവാലം കുരങ്ങുകള് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ആ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാന ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലിയിലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു തന്നെയാണല്ലോ. ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് ചോദിച്ചത്. ജില്ല നമ്മൾ ഏതാന്ന് പറഞ്ഞ? എറണാകുളം ആണെന്ന് പറഞ്ഞു. കുറവ് നമ്മൾ എവിടെയാന്ന് പറഞ്ഞു? വയനാടാന്ന് പറഞ്ഞു. ഇത് കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ PSC അത് ഡിലീറ്റ് ചെയ്തു മക്കളെ. അപ്പൊ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മള് എന്താ പറയാ, ജില്ലയെ ചോദിക്കണെന്ന് വെച്ചാൽ എറണാകുളവും, കൂടുതൽ എറണാകുളം, കുറവ് വയനാട് എന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണെന്നാ ചോദിക്കണേ. ഏതാണ്? 47 ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത്. ഹരിത കേരളം എന്ന ഉദ്ഘാടനം ചെയ്ത മിഷൻ പദ്ധതി 2016 ഡിസംബർ മാസം 8-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ്. പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നുകൂടെ ഓർത്തു വെക്കുക. പച്ചയിലൂടെ വൃത്തിയിലേക്ക് കേട്ടോ. പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ നമുക്ക്? അടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏതാണ്? സുഭിക്ഷ കേരളം പദ്ധതി. ഭക്ഷ്യസുരക്ഷ സുഭിക്ഷ കേരളം പദ്ധതി.
ഏതാണ് സുഭിക്ഷ കേരളം പദ്ധതി കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭക്ഷ്യസുരക്ഷയ്ക്ക് ആകുമ്പോൾ വേണമെങ്കിൽ ഓപ്ഷൻ ആയിട്ട് മിഡ് ഡേ മീൽ ഒക്കെ തരാം കേട്ടോ. അത് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പരിപാടിയാണ് മിഡ് ഡേ മീല് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉച്ചഭക്ഷണ പദ്ധതി എന്നറിയപ്പെടുന്ന മിഡ് ഡേ മീൽ ആണെന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതിൽ സ്നേഹസാന്ത്വനം കൊടുത്തിട്ടുണ്ട് അല്ലെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് കേട്ടോ. ലൈഫ് മിഷൻ അറിയില്ലേ, കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ചതാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കഴിഞ്ഞില്ലേ. അടുത്ത ചോദ്യം, 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഏത് കുട്ടികളും കണ്ണടച്ചു പറയും അല്ലെ, വൈഭവ് സൂര്യവംശിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം 2025 ജേതാവ് ആരാണ്? അപ്പൊ 2025 പുരസ്കാരം, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ 2025 ജേതാവ് എന്ന് പറഞ്ഞപ്പോ ഇത് PSC ഡിലീറ്റ് ചെയ്യുക ചെയ്ത, അതായത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതായത് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷാജി N കരുണാണ്. ആരാണ്? ഷാജി N കരുൺ ട്ടോ. അപ്പോ എന്താ പറയുന്നത്, 2023 പുരസ്കാരം പ്രഖ്യാപിച്ചത് 2025 അല്ലാണ്ട് 2025 പുരസ്കാരം ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അത് എന്ത് ചെയ്തത്, ഡിലീറ്റ് ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനടി ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും നല്ല എളുപ്പ വഴി അല്ലെ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ല കേട്ടോ. ഇതാണ് 2025 മികച്ച ജില്ലാ മിഷനുള്ള അവാർഡ് നേടിയത് കൊല്ലം. രണ്ടാം സ്ഥാനം തൃശ്ശൂരായിരുന്നു. സെക്കൻഡ് പൊസിഷനിൽ ആരായിരുന്നു? തൃശ്ശൂരായിരുന്നു. ഒന്നും കൂടി ഓർത്തു വെക്കാം. എറണാകുളവും വയനാടും ഏത് സ്ഥാനത്താണ്? മൂന്നാം സ്ഥാനത്ത് എറണാകുളവും വിട്ടു, വയനാടും വിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഏതാ നമുക്കറിയാലോ, വിഴിഞ്ഞമാണ്. മനുഷ്യരീരത്തില് ഉദരാശയത്തെയും ഔരസാശയവും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് എന്താണ്? ഏതാണ്? ഡയഫ്രം എന്നാണ്. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കുറിച്ചിരിക്കുന്ന ജോഡിയിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. ഇതില് ശരിയായത് ഏതാണ്? മുളക് ഉജ്ജ്വല. ശരിയായത് ഏതാ മക്കളെ? ഉജ്ജ്വല മുളകാണ്. അതാണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അടുത്തത് 55ാമത്തെ ചോദ്യം. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവുകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായിട്ടുള്ള ഈ വാക്കുകൾ ആരുടെയാണ്? മസനോബു ഷിക്കുവോക്ക. ആരുടെയാണ്? മസനോബു ഷിക്കുവോക്ക. ജപ്പാനിലെ ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഷിക്കുവോക്ക. മണ്ണിനെ ഒരു മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. പരിസ്ഥിതി എന്റെ പ്രഥമ അധ്യാപകനാണ് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ മസനോബു ഷിക്കുവോക്ക എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആയില്ലോ? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്രയുണ്ട്? 20.9%. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്രയാണ്? 20.9% ഓക്സിജൻ. നൈട്രജൻ എത്രയാ മക്കളെ? നൈട്രജൻ 78.08%. 78.08%. ഓക്സിജൻ എത്രയാന്ന് പറഞ്ഞേ? 20.95 ഉണ്ട്. ക്ലിയർ ആയിട്ട് പറയാൻ 20.95. അടുത്തത് 57ാമത്തെ ചോദ്യം നോക്കിക്കോളോ. താഴെ പറയുന്നവയിൽ ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് ത്വക്ക് പല്ല് മോണ? ത്വക്ക് പല്ല് മോണ അല്ലെ. അഭാവം എന്താണ്? അഭാവം എന്തിന്റെ അഭാവമാണ്? വൈറ്റമിൻ C. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ അല്ലെ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി മാക്സസെ അവാർഡ്, പത്മഭൂഷൺ അവാർഡ് ഒക്കെ നേടി അദ്ദേഹം. അത് മരിച്ചതൊന്ന് ഓർത്തു വയ്ക്കുക. 2023 സെപ്റ്റംബർ മാസം 28-ാം തീയതി. ഇത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനനം തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്?
കല്ലേൻ പൊക്കുടൻ. ആരുടെയാണ്? കല്ലേൻ പൊക്കുടൻ അല്ലെ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായിട്ടുള്ള കേരളീയനാണ് കല്ലേൻ പൊക്കുടൻ അല്ലെ. പൊക്കുടന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ഒരു ചിത്രം ഉണ്ട്. ആ ചിത്രത്തിന്റെ പേരെന്താണ്? സ്ഥലം എന്നാണ്. എന്താണ്? സ്ഥലം ട്ടോ. ഇനി അടുത്തത് കല്ലേൻ പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹം യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുകയൊക്കെ ഉണ്ടായിന്ന് ഓർത്തു വെച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കണ്ടൽ കാടുകളുടെ രാജാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം കല്ലേൻ പൊക്കുടൻ. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ബാഹ്യ ഓർബിറ്റ് 8 ആണ്. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏതാണ്? എന്താണ്? എന്തിന്റെ ധാതു ചോദിച്ചേക്കണേ? അലുമിനിയത്തിന്റെ ധാതു ആണ് ചോദിച്ചേക്കണേ. ക്രയോലൈറ്റ്. അലുമിനിയത്തിന്റെ ധാതു ക്രയോലൈറ്റ് ആണ്. ഇനി ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂളാണ്. 4.2 ജൂളാണ്. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു. എന്തിലാണ്? തറയിലൂടെ. പാമ്പ് ഇരപിടിക്കാൻ തറയിലൂടെയുള്ള ശബ്ദപ്രേക്ഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. 64 മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്താൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? ഏതാണ്? വീനസ് ഓർബിറ്റൽ മിഷൻ. ഏതാണ്? വീനസ് ഓർബിറ്റൽ മിഷൻ എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നതിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധം ഇല്ലാത്ത വ്യക്തി 2024 നോബൽ സമ്മാനവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ജോൺ ജമ്പർ ബന്ധമുള്ളതാണ്. ഡേവിഡ് ബക്കർ, ഡെമിസ് അസാബിസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇല്ലാത്ത ആളാരാണ്? ഹാൻ കാങ് ആണെന്ന് ഓർക്കാം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് ട്ടോ. ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് എന്ന് ഓർത്തു വെക്കുക. എലിപ്പനി. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പൊ ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്യാണ് ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്? തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ക്ലാസ് ഒക്കെ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായും ഉണ്ടാകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, അതുപോലെ ഉറക്കക്കുറവ്, പുകവലി, പിന്നെന്താ പറയാ, മദ്യപാനം, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ അതിന് കാരണമാവും. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ക്യാൻസർ, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങള്, പക്ഷാഘാതം, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിത സമ്മർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അടുത്തത് എയ്ഡ്സ് രോഗം എങ്ങനെ പകരുന്നു? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? എയ്ഡ്സ് രോഗം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും. ഹീമോഫീലിയ. അടുത്തത് നോക്കൂ, പുകവലിയെ കുറിച്ചാണ് ചോദിച്ചേക്കണേ അല്ലെ. പുകവലിയെ കുറിച്ച്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തിന്റെ പേരെന്താണ്? ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തുടർന്ന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ഏത് വാക്സിനാണ്? ക്ഷയരോഗബാധയെ തുടർന്ന് BCG വാക്സിൻ ആണ്. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ട്ടോ മക്കളെ. വായുജന്യ രോഗം അല്ലാത്തത്. വായുജന്യ രോഗമാണ് ഏത്? വായുജന്യ രോഗത്തിന് ഉദാഹരണമാണ് 5-ാം പനി, TB, കുഷ്ഠം. പക്ഷെ മലേറിയ വായുജന്യ രോഗം അല്ല എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയുടെ പേര് ആരോഗ്യ കിരണം എന്നാണ്. അടുത്ത ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷൻ അല്ലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ സഹായം ഇല്ല. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം, PHCകളെ FHCകളാക്കി പുനർനിർമ്മിക്കുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ, ഇതൊക്കെ ഇതിൽ വിടുന്നുണ്ട്. പക്ഷെ ആർദ്രനിലെ ആരോഗ്യ സഹായം, നമ്മുടെ ശ്രവണ വൈകല്യമുള്ളവരുടെ ആരോഗ്യ സഹായം പെടുന്നില്ല. ആ കാര്യം ക്ലിയർ ആയല്ലോ. ആർദ്രം മിഷൻ ഐക്യരാഷ്ട്രസഭയുടെ
എന്താ പറയാ UN 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തില് പൊതുജന ആരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. അപ്പോ കേരള സംസ്ഥാന സർക്കാരിന്റെ നവകേരള മിഷന്റെ കീഴിലുള്ള 4 മിഷനുകളിൽ ഒന്നാണ് ഏതെന്ന് പറഞ്ഞ ആർദ്രം മിഷൻ എന്ന് പറഞ്ഞാലും കൂടെ ഓർത്തു വയ്ക്കാം. അടുത്തത് കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അശ്വമേധം കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഏതാ? ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ഏതാണ്? ഏതാണ് 1-ാം സ്ഥാനം നേടിയത് എന്ന് പറഞ്ഞ് നമ്മള്? കേരളമാണ് 1-ാം സ്ഥാനം നേടിയത്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? എന്താണ്? തിരുവനന്തപുരം നോർത്ത് എന്നാണ്. തിരുവനന്തപുരം നോർത്ത് എന്നാണ് പുതിയ പേര്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പലിന്റെ പേര് എന്താണ്? MSC ക്ലോഡ് ഗിറാർഡെറ്റ്. MSC ക്ലോഡ് ഗിറാർഡെറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്ര ചോദ്യം പഠിച്ചു? 80 ചോദ്യം പഠിച്ചു കേട്ടോ. 80 ചോദ്യം പഠിച്ചപ്പോ ഓരോ ചോദ്യത്തിലും നമ്മൾ കുറേയധികം അനുബന്ധ വസ്തുക്കളും കൂടെ പഠിച്ചു. അപ്പോ ഇങ്ങനെ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചറോട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ടീച്ചറെ ക്ലാസ് ഇഷ്ടമാവാൻ ചെന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.